ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഡിസംബർ 28 10th പ്രിലിംസ് ഫസ്റ്റ് ഫേസ് എക്സാം നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനിയും സമയമില്ല വെറുതെ കളയാനായിട്ട്. അപ്പോൾ ഇതുവരെ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉഴപ്പൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ അതേപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് OAയുടെ ബാച്ച്, അതായത് അവസാന നിമിഷത്തേക്ക് നിങ്ങൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് നമ്മൾ അഡ 24/7 മലയാളം ഒരു പ്രിലിംസ് ബാച്ച്, പ്രിലിംസിൻ്റെ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ദെൻ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ ടെസ്റ്റുകളും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ഡി മലബാർ കലാപം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ യെസ്, അമേരിക്കൻ മോഡലിൽ അറബിക്കടൽ എന്ന് പറയുന്നത് എന്തുമായിട്ടാണ്? ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ്. നമ്മുടെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരം ചോദിച്ചാൽ അത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല മറന്നു പോകരുത്. പുന്നപ്ര വയലാർ സമരം നടന്നത് ആലപ്പുഴ ജില്ലയിലാണ്. രണ്ടാമത് ചോദിക്കാം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ഇതിന്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലാണ് ജനിച്ചത്. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരക സ്ഥിതി ചെയ്യുന്ന പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസേഴ്സ് കമന്റ് ആയിട്ടുള്ളൂ. ചട്ടമ്പിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ആൻസേഴ്സ് കമന്റ് ആയിട്ടിട്ടുള്ളൂ. ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മൈൻഡിൽ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇല്ലേ? എന്താണ് ചട്ടമ്പി? ആ 1851 കൊല്ലൂർ ജനിച്ചു എന്ന് പറയുന്നുണ്ട്. 1851 1853 ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അത് തന്നെയാണ് തെറ്റ്. 1853 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത പോയിന്റ് നോക്കിക്കേ. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചു. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം പന്മനയിലാണ്. ശരിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പൊ തെറ്റ് ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമേ ഉള്ളൂ തെറ്റ്. അപ്പൊ ഇദ്ദേഹം 1853 ഓഗസ്റ്റ് 25-നാണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിന്റെ വീട്ടുപേരൊന്ന് പഠിച്ച് കൊല്ലൂർ കണ്ണമൂല ഉള്ളൂർക്കോട് വീടാണ്. ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേര് ഉള്ളൂർക്കോട്. അയിത്തം അറബിക്കടലിൽ കൊണ്ട് കളയണം, അയിത്തം അറബിക്കടലിൽ തള്ളണം, അനുകമ്പയായ സ്നേഹത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികള്. എന്നാൽ ചട്ടമ്പി സ്വാമികളുടെ ആദ്യ കൃതി അല്ലെങ്കിൽ ഏറ്റവും വലിയ കൃതി ചോദിച്ചാൽ അത് പ്രാചീന മലയാളമാണ്. സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ചട്ടമ്പിയുടെ കൃതി ചോദിച്ചാൽ വേദാധികാര നിരൂപണമാണ്. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചു.
കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജാതി വ്യവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ നമ്മളെ കേരളത്തെ വിളിച്ചത് ഏത് പേരിലായിരുന്നു? അദ്ദേഹം കേരളത്തെ വിളിച്ചു ഭ്രാന്താലയം. അങ്ങനെ 1892 ഇദ്ദേഹം എറണാകുളത്ത് വെച്ച് ചട്ടമ്പിയെ കണ്ടുമുട്ടി. ആ സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. അപ്പൊ ചട്ടമ്പി തിരിച്ചു പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുക് മാത്രമാണ് എന്ന് പറയുന്നു. അപ്പൊ ജാതിമത ചിന്തകൾക്കുമൊക്കെ അപ്പുറം മനുഷ്യ പുരോഗതിക്കായിട്ടാണ് അദ്ദേഹം വാദിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 25 നമ്മളെ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 1924 മഹാസമാധി ആയിരിക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, അമേരിക്കൻ മോഡൽ. ചുവടെ തന്നിരിക്കുന്നവ ശരിയായ ജോഡികൾ. നാഗപ്പൂർ നിസ്സഹകരണ പ്രസ്ഥാനം, ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ്, ലാഹോർ ക്വിറ്റ് ഇന്ത്യ, സൂറത്ത് ഇന്റർനാഷണൽ കോൺഗ്രസ് വിഭജനം. ശരിയായ ജോഡികളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശരി ശരി. നോക്കിയാൽ ആൻസർ നാഗപ്പൂർ. അതായത് ശരിക്കും INC വൺസ് ഇൻ എ ഇയറേ ഉള്ളൂ. പക്ഷെ 1920 ആ 2 പ്രാവശ്യം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം 1920 1920 കൊൽക്കത്ത INC ഗാന്ധിജി നിസ്സഹകരണം അവതരിപ്പിച്ചു. ഈ 1920 കൊൽക്കത്ത INCയുടെ പ്രസിഡന്റ് ലാലാ ലജപത് റായ് ആയിരുന്നു. ഗാന്ധിജിയുടെ നിസ്സഹകരണം അംഗീകരിക്കുന്നത് 1920 നാഗപ്പൂർ INC പ്രസിഡന്റ് വിജയരാഘവാചാരി. അപ്പോൾ 1920 നാഗപ്പൂരിൽ വെച്ച് സമ്മേളനം, അവിടെ ഗാന്ധിജിയുടെ നിസ്സഹകരണത്തെ അംഗീകരിച്ചു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. അപ്പോൾ ഒന്ന് വന്നിരിക്കുന്ന ഓപ്ഷൻസ്, ഒന്നില്ലാത്ത ഓപ്ഷൻ നമുക്ക് ബി മാത്രമേ ഉള്ളൂ. ബി അങ്ങ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. 2 നോക്കിക്കേ, 2 എന്താ? ബോംബെ സമ്മേളനം. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 1929 ലാഹോർ സമ്മേളനമാണ്. അപ്പൊ എന്താണ് ഇത്? നമുക്ക് രണ്ടാമത്തത് തെറ്റായ പ്രസ്താവനയാണ് 2. അപ്പൊ 2 ഉള്ള ഓപ്ഷൻസ് ഞാൻ ഓൾറെഡി ബി ഞാൻ കട്ട് ചെയ്തായിരുന്നു. എയും കളഞ്ഞു. നീ മൂന്നാമത്തിലേക്ക് വന്നേ. ലാഹോർ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്ന ലാഹോർ ആണോ? അല്ലല്ലോ, ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലല്ലേ ഈ ക്വിറ്റ് ഇന്ത്യ സമയം ഇത് വരുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അപ്പൊ 3 ഇവിടെ വന്നിട്ടുണ്ട് 3. പിന്നെന്താ? സൂററ്റ് സമ്മേളനം. യെസ്, 1907 റാഷ് ബിഹാരി ഘോഷ്. ആരാണ്? റാഷ് ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായിട്ടുള്ള 1907 സൂററ്റ് INCയിൽ കോൺഗ്രസ്സുകാര് മിതവാദികള് തീവ്രവാദികള് 2 തിരിഞ്ഞു. കറക്റ്റ് ആണ് ആൻസർ, ശരിയാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് 1ഉം 4ഉം മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത് 1907 ഓർത്തു വെച്ചേക്കാമല്ലോ. 1905 ബംഗാൾ വിഭജനം, 1906 മുസ്ലിം ലീഗ്, 1907 സൂററ്റ് സ്പ്ലിറ്റ് ഓർത്തു വയ്ക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? റെഗുലേറ്റിംഗ് ആക്ട്, റൗലറ്റ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട്.
ഏതായിരുന്നു? റൗലക്റ്റ് ആക്ട് ഇല്ലേ? റൗലക്റ്റ് ആക്ടിനുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് നടക്കുന്നത്? ജാലിയൻ വാലാബാഗ് നടക്കുന്നത്. റൗലക്റ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഇന്ത്യ മുഴുവൻ ഹർത്താല് 1919 ഏപ്രിൽ 6. സത്യപാല് സൈഫുദ്ദീൻ കിച്ചലു അറസ്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ 10. ജാലിയൻ വാലാബാഗ് ഏപ്രിൽ 13. ഈ ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനും കൂടെ മറക്കാതെ പഠിക്കുക. ഹണ്ടർ കമ്മീഷൻ. ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധർ തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ. അതായത് ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസിയാണ് അല്ലേ? 1757 പ്ലാസി യുദ്ധമാണ്. ബ്രിട്ടീഷുകാരും ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും തമ്മിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഈ പ്ലാസി യുദ്ധം ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരാ പറഞ്ഞത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. യെസ്, ഈ ഒരു പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിന്, ലോക രാജ്യങ്ങളെല്ലാം തന്നെ ബ്രിട്ടനെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി. മാത്രമല്ല ഒരു നേതാവ് എന്ന നിലയിൽ ഗാന്ധിജി ആണെങ്കിലും ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്നത് ഈ റൗലറ്റ് വിരുദ്ധ സമരങ്ങളോടുകൂടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ ആസിഫ് അലി, സരോജിനി നായിഡു, മാഡം വിക്കാജി കാമ. ആദ്യ ഇന്ത്യൻ വനിതയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ വനിതയല്ല, ആദ്യ ഇന്ത്യൻ വനിത. ആൻസേഴ്സ് കമൻ്റ് ആയിട്ടിട്ടുള്ളൂ. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത? ആദ്യ ഇന്ത്യൻ എന്ന് ചോദിച്ചാൽ എന്തെഴുതുക? അത് സരോജിനി നായിഡു ആണ്. അപ്പൊ INC പ്രസിഡന്റായ വനിതകളെ ഞാൻ ഒരു കോഡിൽ കൂടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സാരി നല്ലത ഈ സോണിയയ്ക്ക് അല്ലേ? ആ സാരി നല്ലത ഈ സോണിയയ്ക്ക്. സോ INC പ്രസിഡന്റായ ആദ്യ വനിത ചോദിച്ചാൽ അനി ബസന്റ്. എന്നാൽ INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ആ സാരി നല്ലത എന്ന് പറയുന്നത് നെല്ലിസൺ ഗുപ്തയാണ്. നെല്ലിസൺ ഗുപ്ത വിദേശിയാണ്. ഈ ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ഇങ്ങനെ ഓർത്ത് വെക്കുക. ആനി ബസന്റ് സാരി, സരോജിനി നായിഡു നല്ലത, നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി. ഇതിൽ ആദ്യ INC പ്രസിഡന്റായ ആദ്യ വനിത ചോദിച്ചാൽ ആനി ബസന്റ് ആണ്, വിദേശിയാണ്. നമ്മുടെ ചോദ്യം ആദ്യ ഇന്ത്യൻ വനിതയാണ്. അതുകൊണ്ടാണ് ഞാൻ സരോജിനി നായിഡു എടുത്തത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. കിട്ടുന്നുണ്ടോ? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജ സ്ഥാപകനാര്? സമത്വ സമാജം എന്ന സംഘടന ഫോം ചെയ്തത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. എവിടേക്കോ കേട്ടിട്ടുണ്ടല്ലേ? ആരാണ്? യെസ്, അത് ആര് തന്നെയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. വൈകുണ്ഠ സ്വാമികളാണ്. 1809 വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. ഇദ്ദേഹമാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്.
വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അത് വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂറിലെ രാജാവിനെ വിളിച്ചു. അനന്തപുരിയിലെ നീചൻ രാജഭരണത്തെ പറഞ്ഞു കരുനീച ഭരണം, ബ്രിട്ടീഷ് ഭരണത്തെ പറഞ്ഞു വെണ്ണീച ഭരണം എന്നൊക്കെ പറഞ്ഞു. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചു. അതുപോലെ ഇദ്ദേഹം ഒരു മതം സ്ഥാപിച്ചല്ലോ. ഏതു മതമാണ് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചത് ചോദിച്ചാൽ എങ്ങനെ പറയും? വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച മതം ഏത്? അയ്യാവഴി. കേട്ടോ, അയ്യാവഴി എന്ന മതമാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഈ അയ്യാവഴി എന്ന മതത്തിൻ്റെ ചിഹ്നം ചോദിക്കാം. തീജാല വഹിക്കുന്ന താമരയായിരുന്നു. അപ്പം ഈ സമത്വ സമാജം സ്ഥാപിച്ച വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹമാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേരാണ് സമത്വ സമാജം. തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരിയിലെ നീചൻ, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം, തിരുവിതാംകൂർ രാജാവിനെ കരുനീച രാജഭരണത്തെ വിശേഷിപ്പിച്ചു കരുനീച ഭരണം. അത് വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, കുറിച്യർ കലാപം, മുണ്ടക്കലാപം. സംഘടിത കലാപമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. കേട്ടോ, നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ചോദിച്ചാൽ 5 തെങ്ങാണ്. എന്നാൽ ആദ്യ സംഘടിതം ആറ്റിങ്ങൽ, വർഷം 1721. ഇനി ഏതൊരു കലാപത്തിന് ശേഷവും ഒരു ട്രീറ്റ് ഉണ്ട്, ഒരു സന്ധ്യ ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമുണ്ടായ ട്രീറ്റ് ചോദിച്ചാൽ വേണാട് ട്രീറ്റിയാണ്. വേണാട് ട്രീറ്റ് ഒപ്പുവെച്ച വർഷം 1723. അപ്പം നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷമുണ്ടായ ട്രീറ്റ് വേണാട് 1723. ഇനി ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഗിഫോർഡ്. എന്താണ്? ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് ഗിഫോർഡ് എന്നാണ്. ഇനി വേണാട് ട്രീറ്റി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഒരു സൈഡ് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും കൂടെ. ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും കൂടെയാണ് വേണാട് ട്രീറ്റി ഒപ്പുവെച്ചത്. രാജാ റാംമോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സ്വദേശി മിത്രം, കേസരി, സംഭാത കൗമുദി, ന്യൂ ഇന്ത്യ. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാ റാംമോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് സംഭാത് കൗമുദിയാണ്. ഓപ്ഷൻ സി ആണ് അല്ലേ? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാ റാംമോഹൻ റോയ്. ഇദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് 1828.
ഈ 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ച സമയത്തിൻ്റെ പേര് ബ്രഹ്മസമാജം ഒന്നൊന്നും അല്ലായിരുന്നു, ബ്രഹ്മസഭയാണ്. 1830 ഇത് ബ്രഹ്മസമാജമാകുന്നത്. 1829 ഇവിടെ സതി നിർത്തലാക്കി. വില്യം ബെൻഡിക് പ്രഭു 1829 സതി നിർത്തലാക്കുന്നത്. 1828 ബ്രഹ്മസമാജം, അത് 30 ബ്രഹ്മസമാജം ബ്രഹ്മസഭയാണ്. ബ്രഹ്മസഭ 1830 ബ്രഹ്മസമാജമാകുന്നത്. ഓർത്തു വെക്കാമല്ലോ. ഈ രാജാറാം മോഹൻ റോയി ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ചിട്ട് 1833 അന്തരിച്ചു. അപ്പോൾ രാജാറാം മോഹൻ റോയി അന്തരിക്കുന്നത് 1833. അപ്പോൾ ഇദ്ദേഹം അന്തരിച്ച് കഴിഞ്ഞിട്ട് ഈ ബ്രഹ്മസമാജത്തിന് കുറച്ച് ഇവരുടെ ഒപ്പീനിയൻസ്, ഈ ലീഡേഴ്സ് തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ 1866 ഈ ബ്രഹ്മസമാജം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആദിയും രണ്ടാമത്തത് ഭാരതീയയും. ഈ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്ര. ഭാരതീയ ബ്രഹ്മസമാജം കേശബ് ചന്ദ്രസെനാണ്. കേശബ് ചന്ദ്രസെന്നിൻ്റെതാണ്. ഭാരതീയ ബ്രഹ്മസമാജം, ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ. അപ്പോൾ സ്പ്ലിറ്റ് നടക്കുന്നത് 1866. അന്തരിക്കുന്നത് 1833. സോ 10th പ്രിലിംസ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുന്നവർക്കായിട്ട് നമ്മൾ അഡ 24/7 മലയാളം. അപ്പോൾ പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ സെക്രട്ടേറിയറ്റ് OA, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, സ്റ്റോർ കീപ്പർ, ദെൻ അസിസ്റ്റൻറ്റ് ടൈം കീപ്പറൊക്കെയാണ്. അപ്പോൾ ഈ പോസ്റ്റുകൾക്കൊക്കെ തയ്യാറാവുന്നവർക്കായിട്ട് നമ്മൾ അഡ 24/7 മലയാളം ഈ 10th പ്രിലിംസിൻ്റെ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ്. ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ ഒക്കെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മാക്സിമം റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ടോപ്പിക് വൈസ് സെയിം ടൈം PYQ പ്ലസ് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്യും. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം. 119 രൂപ ഡിസ്കൗണ്ടും കഴിഞ്ഞ് 585 രൂപയാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ബാച്ച്. പിന്നെ നമ്മൾ ഉഴപ്പുവാണെങ്കിൽ ഏതൊരു ബാച്ച് എടുത്താലും നമുക്ക് യൂസ് ഒന്നും ഉണ്ടാവില്ല. പഠിക്കാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ജോയിൻ ചെയ്യുന്ന സമയത്ത് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കാം. ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ, DK കാർവേ, MA അൻസാരി, GG അഗാർക്കർ. വനിതാ സർവകലാശാല. അത് ആരുടെ എന്നാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? DK കാർവെയാണ് ആദ്യത്തെ വനിതാ സർവകലാശാല. ഇതൊരു SCRT ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല DK കാർവെയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപിക ആരാന്ന് ചോദിച്ചാൽ അറിയാമല്ലോ. നമ്മുടെ ജ്യോതിറാവു ഫുലെ, അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു ഫുലെ. അദ്ദേഹത്തിൻ്റെ പത്നിയായ സാവിത്രി ഫുലെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക. അതായത് ജ്യോതിറാവു ഫുലെ താഴ്ന്നജാതിക്കാരെ, അതായത് പിന്നോക്ക സമുദായക്കാരെ സൂചിപ്പിക്കാനായിട്ട് ദളിത് എന്ന പദമൊക്കെ ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പത്നി സാവിത്രി ഫുലെ ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപിക. വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ. നെക്സ്റ്റ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കൽ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ്? ബംഗാളി, മറാത്തി, ഉറുദു, ഹിന്ദി. ഇതൊക്കെ നമ്മുടെ SCRT ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിബന്ധമാല. ഓപ്ഷൻ ബി ആണ് ആൻസർ. മറാത്തി ഭാഷയാണ്. മറാത്തി.
ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അമൃത ഷെർഗിൽ, നന്ദലാൽ ബോസ്, അബീന്ദ്രനാഥ് ടാഗോർ, ജ്യോതിബ ഫുലെ. ഇതൊക്കെ SCRT വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്, അമൃത ഷെർഗിൽ, നന്ദലാൽ ബോസ്, അബീന്ദ്രനാഥ് ടാഗോർ, ജ്യോതിറാവ് ഫുലെ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആരുടേതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, അബീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇത് പഴയ SCRT ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധർ തിലക്, ലാലാ ലജപത് റോയി, ചിത്തരഞ്ജൻ ദാസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. INC പ്രസിഡന്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. INC പ്രസിഡന്റ് അല്ലാത്തത് ആരാണ്? യെസ്, ഓപ്ഷൻ എ ആണ് അല്ലേ, ബാലഗംഗാധർ തിലകാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഇത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധർ തിലക്. ഇദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്. ലാലാ ലജപത് റോയ് ഗാന്ധിജി നിസ്സഹകരണം അവതരിപ്പിച്ച 1920 കൊൽക്കത്ത INCയുടെ പ്രസിഡന്റ് ആയിരുന്നു ലാലാ ലജപത് റോയ്. അതേപോലെ സൈമൺ കമ്മീഷനെതിരായുള്ള ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ചോദിച്ചാൽ അതും ലാലാ ലജപത് റോയ് ആണ്. ചിത്തരഞ്ജൻ ദാസ്, ഇദ്ദേഹം 1921 INC പ്രസിഡന്റ് ആയി. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഹക്കീം അജ്മൽ ഖാൻ ആണ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ 1922 ഗയ INCയുടെ പ്രസിഡന്റും CR ദാസ് ആയിരുന്നു. ഈ 1922 ഗയ INCയിൽ തീരുമാനിച്ചിട്ടല്ലേ 1923 ജനുവരി 1 ഇവിടെ ഒരു പാർട്ടി വന്നത്. ഏത് പാർട്ടിയായിരുന്നു മക്കളെ ഇത്? അതേത് പാർട്ടിയായിരുന്നു? 1922 ഗയ INCയിൽ തീരുമാനിച്ചിട്ട് 1923 ജനുവരി 1 നമുക്ക് ഇവിടെ ഒരു പാർട്ടി വന്നില്ലേ, അത് സ്വരാജ് പാർട്ടി അല്ലേ. ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അപ്പം ആ സ്വരാജ് പാർട്ടിയുടെ ഫോർമേഷന് കാരണമായ INC ചോദിച്ചാലും അത് ഗയ INC പ്രസിഡന്റ് CR ദാസും. ഗോപാലകൃഷ്ണ ഗോഖലെ, ക്ഷീണഹൃദയനായ മിതവാദി അല്ലേ. 1905 ബംഗാൾ വിഭജനം നടന്നു. ആ സമയത്ത് INC നടക്കുന്നത് ബനാറസ്. ബനാറസ് INCയുടെ പ്രസിഡന്റ് ഗോഖലെ. എന്തൊക്കെയായിരുന്നു പ്രത്യേകത? നമ്മൾ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കുക, ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നതാണ് 1905 ബനാറസ് INC. പ്രസിഡന്റ് ഗോഖലെയാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ക്ഷീണഹൃദയനായ മിതവാദി ഗോഖലെ. അപ്പൊ ഇവർ മൂന്നുപേരും INC പ്രസിഡന്റുമാരായിട്ടുണ്ട്. അപ്പൊ INC പ്രസിഡന്റ് ആവാത്ത വ്യക്തി ചോദിച്ചാൽ അത് ബാലഗംഗാധർ തിലക്. ഓപ്ഷൻ എ ആണ് ആൻസർ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജി ശങ്കരക്കുറുപ്പ്, വാഗ്ബടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ, C കേശവൻ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ഇദ്ദേഹത്തെ രണ്ടാം ബുദ്ധൻ എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടാം ബുദ്ധൻ എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത് അതാരാണ്? ശ്രീനാരായണ ഗുരു. നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. പെരിയസ്വാമി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. അപ്പൊ പെരിയസ്വാമി ചോദിച്ച് അത് എന്തെഴുതുക? അത് ഡോക്ടർ പൽപ്പു ആണ്. നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം. ആരുടെ വാക്കുകൾ? ആരാണ് അങ്ങനെ പറഞ്ഞത്? ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം. ആരുടെ വാക്കുകളാണിത്? ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ കിട്ടി ഇപ്പൊ തന്നെ നമുക്ക്.
ആരാണ് അങ്ങനെ പറഞ്ഞത്? അത് ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട മനുഷ്യൻ, ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് ആരാണ്? അത് അയ്യങ്കാളി, ആളിക്കത്തിയത് അല്ലേ. വിവേകോദയത്തിന്റെ സ്ഥാപകനാര്? കുമാരനാശാൻ, വള്ളത്തോൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. അപ്പൊ SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ഈ വിവേകോദയം സ്ഥാപിച്ചതെന്നാണ്? 1904 വിവേകോദയം സ്ഥാപിച്ചത്. ഇതിൻ്റെ സ്ഥാപകനാണ് ചോദിച്ചിരിക്കുന്നത്. കുമാരനാശാനുണ്ട്, വള്ളത്തോളുണ്ട്, ശ്രീനാരായണ ഗുരു ഉണ്ട്, അയ്യങ്കാളിയുണ്ട്. വിവേകോദയത്തിൻ്റെ സ്ഥാപകനാര്? അപ്പോൾ 1904 വിവേകോദയം സ്ഥാപിച്ചത് കുമാരനാശാനായിരുന്നു കേട്ടോ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. ഇത് സ്ഥാപിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ ചോദിച്ചു കഴിഞ്ഞാൽ അത് M. ഗോവിന്ദനാണ്. വിവേകോദയം സ്ഥാപിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M. ഗോവിന്ദൻ. ഇത് വിവേകോദയം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വിവേകോദയം എന്ന പേര് അന്നെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ SNDPയുടെ മുഖപത്രമാണ്. ശ്രീനാരായണ ഗുരുവിന് ഈ SNDP സ്ഥാപിക്കാനുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത് ഡോക്ടർ പൽപ്പുവിൽ നിന്നാണ്. ഡോക്ടർ പൽപ്പു ഗുരുവിനെ പെരിയസ്വാമി എന്നൊക്കെ വിശേഷിപ്പിച്ചില്ലേ. അപ്പം ഈ പൽപ്പുവിന് ഇതിനുള്ള കുറച്ച് അഡ്വൈസും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് സ്വാമി വിവേകാനന്ദനിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ SNDPയുടെ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമായത്. ഇപ്പോൾ SNDPയുടെ മുഖപത്രം യോഗാനാഥമാണ്. യോഗാനാഥം SNDPയുടെ ഇപ്പോൾ വിവേകോദയമാണ് ഇപ്പം യോഗാനാഥം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ മുഖപത്രം ചോദിച്ചാൽ യോഗാനാഥം, തുടങ്ങിയപ്പോൾ വിവേകോദയം. 1904 സ്ഥാപകൻ കുമാരനാശാൻ. തപാൽ സ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളത്തിലെ ആദ്യ മലയാള കവി എന്ന് ചോദിച്ചാൽ അത് കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി കുമാരനാശാൻ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ മലയാള കവി കുമാരനാശാൻ. ഇതെല്ലാം കുമാരനാശാനാണ് കേട്ടോ. അദ്ദേഹമാണ് ഇപ്പോൾ കുമാരനാശാൻ്റെ സ്മാരകം തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ. ക്ലിയർ ആവുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ എല്ലാം PYQs ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ. ഒന്ന് നമ്മൾ മീൻസ് എല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെടാത്തത് മൈസൂർ, ഹൈദരാബാദ്, കശ്മീർ, ജൂനഗഡ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വരുന്നതാണ് ഈ ഒരു ഭാഗം. അതൊക്കെ നമുക്ക് ഏകദേശം, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏകദേശം 565ഓളം നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ 562 പേരും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തയ്യാറായി. പിന്നെ 3 പേരുണ്ട്. അത് ആരൊക്കെയായിരുന്നു? ഹൈദരാബാദ്, കശ്മീർ, ജൂനഗഡ്. ഇവർ 3 പേരുമാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതം കാണിച്ച നാട്ടുരാജ്യങ്ങൾ. നമ്മുടെ കേരളത്തിൽ നിന്നൊരു നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതം കാണിച്ചല്ലോ. അത് ഏതായിരുന്നു? അത് തിരുവിതാംകൂറാണ് കേട്ടോ. അതായത് ഇന്ത്യൻ മൗണ്ട് ബാറ്റൺ പ്രഭു വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്വതന്ത്രരായി നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് സ്വതന്ത്രരായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക്
തന്നെ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയ പറഞ്ഞു ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പട്ടേലും BP മേനോനും കൂടെ ചേർന്നിട്ടാണ് ലയന കരാർ ഉണ്ടാക്കുന്നത്. പട്ടേലും BP മേനോനും കൂടെ ചേർന്നിട്ട്. അപ്പം ഇതുവഴി ബാക്കി രാജ്യങ്ങൾ, ഇത് കേട്ടപ്പോൾ തന്നെ ആദ്യം നമ്മുടെ തിരുവിതാംകൂർ ചേരില്ല എന്ന് പറഞ്ഞു. പിന്നെ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. പക്ഷെ ഇവർ 3 പേരുമാണ് വിസമ്മതം കാണിച്ചത്. ഇതിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്തത് ഓപ്പറേഷൻ പോളോയാണ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് ചേർത്തത് ആ ഒരു പ്രോസസ്സ് ഓപ്പറേഷൻ പോളോയാണ്. കാശ്മീർ ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനോട് ചേർന്നു. കാശ്മീർ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനോട് ചേർന്നത്? ലയന കരാർ. ജൂനഗഡ് റഫറൻഡം അല്ലെങ്കിൽ ജനഹിത പരിശോധന, അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം ചോദിക്കും. അങ്ങനെ റഫറൻഡം വഴിയാണ് അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴിയാണ് ജൂനഗഡിനെ ഇന്ത്യൻ യൂണിയനോട് ചേർത്തത്. അപ്പോൾ പട്ടേലും BP മേനോനും കൂടെ ചേർന്നിട്ട് ലയന കരാറൊക്കെ തയ്യാറാക്കി കഴിഞ്ഞപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതം കാണിച്ച നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതിക്കോണം, അത് തിരുവിതാംകൂറാണ്. അപ്പം 562 പേരും ഓക്കെയാണ്. ഇവർ 3 പേരുമാണ്. ഹൈദരാബാദ്, കശ്മീർ, ജൂനഗഡ്. ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ, കശ്മീർ ലയന കരാറാണ്, ജൂനഗഡ് ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനോട് ചേർത്ത്. നമ്മുടെ ഒരു ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടും റഫറൻഡോ അല്ലെങ്കിൽ ജനഹിത പരിശോധന നടന്നിട്ടുണ്ടല്ലോ. ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് റഫറൻഡോ അല്ലെങ്കിൽ ജനഹിത പരിശോധന നടന്നിരിക്കുന്നത്? ജനങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചത്. അത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് അല്ലേ? ഗുരുവായൂർ സത്യാഗ്രഹം റഫറൻഡം നടത്തിയത് കേട്ടോ. ഈ ഒരു കോഡ് നമ്മൾ ഓർത്ത് വയ്ക്കാൻ പറയാറില്ല. ഉഗ്ഗിനി 1930 ഒപ്പ് 31 ഗുരുവായൂർ 32 നിവർത്തന. അപ്പോൾ ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടും റഫറൻഡം നടന്നിട്ടുണ്ട്. ജനഹിത പരിശോധന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. അതിനെയാണ് റഫറൻഡം എന്ന് പറയുന്നത്. അപ്പോൾ ജനഹിത പരിശോധന ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പിന്നെ ജൂനഗഡ് നടന്നിട്ടുണ്ട്. ആ ജൂനഗഡും റഫറൻഡം വഴിയാണ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത്. അന്ന് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ഏതാണെന്ന് PSC എപ്പോഴും ചോദിക്കും. അത് പൊന്നാനി താലൂക്കിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം തന്നെ PSC അടുത്ത കാലത്തായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. റീസെൻ്റായി നടന്ന PSC എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ പറയാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ നമുക്ക് 10 മണിക്ക് ഒരു സെഷനുണ്ട്. ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അഡ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, എക്സാം ഡിസംബർ 28 ഫസ്റ്റ് ഫേസ് നടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഇടയ്ക്കൊക്കെ പഠനം ഒന്ന് സ്കിപ്പായി പോയി, ഇനി വീണ്ടും നന്നായിട്ടൊന്ന് എക്സാം അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളവർക്കായിട്ട് നമ്മൾ അഡ 24/7 മലയാളം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഡ 24/7 മലയാളം കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഇവിടെ ഇതാ കുറേ പ്രോഡക്റ്റുകൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അഡ 24/7 മലയാളം ഒന്ന് കൊടുത്താൽ മതി, പ്രോഡക്റ്റുകളൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ 10th പ്രിലിംസിൻ്റെ റിവിഷൻ ബാച്ച്. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ 11 ടെസ്റ്റ് സീരീസ് 9 ബുക്കുകളുണ്ട്. ലാബോറട്ടറി അസിസ്റ്റൻറ്റും സ്റ്റോർ കീപ്പറും അസിസ്റ്റൻറ്റ് ടൈം കീപ്പറും എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇതിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് OAക്കും കൂടി ഉള്ളൊരു ബാച്ചാണ്. ഇതിൻ്റെ എല്ലാത്തിനും കൂടെ പ്രിലിംസ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ആ ക്ലാസ്സുകൾ കാണുന്നവർക്ക് സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം PYQവും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്യും. ഇതുകൂടാതെ 9 ബുക്കുകൾ 11 ടെസ്റ്റ് സീരീസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്.
ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠനത്തിനൊക്കെ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് ഭയങ്കര പ്രയോജനമാണ് ഈ ഒരു ബാച്ച്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ബൈ നൗ കൊടുക്കുക. അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും, Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക. 585 രൂപ കോഴ്സ് ഫീ, ഫിൽ ഡീറ്റെയിൽസ്, പേര്, ഫോൺ നമ്പറും 3ാമത് പേയ്മെൻറ്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോകണം. അവിടെ അഡ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ 2ാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട്, ഇവിടെ 3ാമത് കേരള. നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ID ഫോൺ നമ്പറൊക്കെ കൊടുത്താൽ ഈ മൈ കോണ്ടൻറ്റിൽ കോഴ്സ് കാണും. Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് ഇവിടെ പർച്ചേസ് ചെയ്യാം. then ഇവിടെ ഒരു കമ്മ്യൂണിറ്റി പേജ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് നോട്ട്സൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക. നിങ്ങളിനിയും അതായത് കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ എക്സാമിന്, അപ്പം മാക്സിമം ടൈം പഠിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ഇനിയിപ്പം സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ PYQs അതിൻ്റെ കണക്ട് ചെയ്ത ഫാക്ട്സുകളൊക്കെ പഠിക്കുക. വെയിറ്റേജ് കൂടിയൊരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ മാത്സൊക്കെ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അവിടെ നിന്നൊക്കെയുള്ള മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. പിന്നെ നമുക്ക് ഹിസ്റ്ററിയിൽ നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു സെഷനിൽ, നമ്മൾ രാവിലത്തെ ഈ ഒരു സെഷനിൽ എല്ലാ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവിടെ നടത്തുന്ന ഏറ്റവും വലിയൊരു കോഴ്സാണ് മെഗാ പാക്ക്. അതായത് മെഗാ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയറിലേക്കുള്ള അടയുടെ എല്ലാ കോഴ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മുടെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ 10 AM രാവിലെ 10 മണിക്കാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് നമ്മുടെ സെഷനുണ്ട്. അപ്പോൾ അത് മറക്കാതെ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ സബ്ജക്റ്റുകളും ഇതേപോലെ തന്നെ PYQസും ഒക്കെ ആയിട്ട് എക്സാമിനായിട്ട് നിങ്ങൾ തയ്യാറാവുക. PYQസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ പഠിച്ചിട്ട്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.